യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഒരു ചാലഞ്ച് വീഡിയോ ആണ്. എല്ലാവർക്കും അറിയുന്ന ചാലഞ്ച് ആണ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ആണ്. ടൈം ഒന്നും ഇല്ല. ടൈം വേണം. അപ്പൊ ഗൈസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മള് ഇപ്പൊ മലയാളത്തില് നാളെന്നൊക്കെ പറയത്തില്ല, നമ്മുടെ സോഡിയാക് സൈൻ പോലെ. അപ്പം എന്റെ നാള് ഏതാണ്? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എനിക്കറിയായിരുന്നു. നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യാറുള്ള ക്ലൂ എന്ന് പറയുമ്പോ പാ വെച്ചിട്ടാ തുടങ്ങുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. ഓക്കെ, അങ്ങനൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻസർ ഇപ്പോഴാണ്, ലാസ്റ്റ് അല്ലേ? ഞാനും പറയട്ടെ. പറഞ്ഞോ. പൂരാടം. പൂരിട്ടാതി. ഞാനത് പൂരു ഞാൻ ഓർത്തോളില്ല. പായെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അതേ ഞാൻ പൂരും എഴുതിട്ട് പുരുട്ടാതി ആക്കിയത്. അടുത്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡ് ഒക്കെ ഇല്ലേ, അതിൽ എന്റെ ഫേവറേറ്റ്. ഇല്ല, കോപ്പി അടിക്കാൻ പാടില്ല. നോട്ട് ചീറ്റിംഗ്. അത് എല്ലാവർക്കും അറിയേണ്ടതാണ്. നസ്മാക്ക് അറിയാൻ ചിലപ്പോ ഇച്ചിരി ചാൻസ് ആണ്, പക്ഷെ ആയിരിക്കും എന്തായാലും എനിക്കറിയാം. രണ്ടെണ്ണം പറ്റില്ല, പാനിപൂരി. നസ്മാക്ക് മാർക്കില്ല. ഓക്കെ, അടുത്ത നമ്മള് പെപ്സി, കൊക്കോള അങ്ങനത്തെ കാർബണേറ്റഡ് ഡ്രിങ്ക് ഇല്ലേ, അതിൽ എന്റെ ഫേവറേറ്റ്. എനിക്കറിയോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആയിരിക്കത്തില്ല അത്, പക്ഷെ എന്റെ സത്യത്തില് ഫേവറേറ്റ് അതാ. നസ്മ ഉദ്ദേശിക്കുന്ന ആവാൻ ചാൻസ് ഇല്ല. ആരതിക്ക് അറിയായിരിക്കും ചിലപ്പോ. എനിക്കറിയാം, എനിക്കറിയത്തില്ല. എഴുതിയാ? ഇനി നസ്മ പറ. ഫിസ്. അടുത്ത എനിക്ക് ഐസ്ക്രീംസിൽ കുറച്ച് ഫ്ലേവേഴ്സ് ഒന്നും ഇഷ്ടമല്ല, പക്ഷെ ഒട്ടും ഇഷ്ടമല്ല, ഞാൻ കഴിക്കത്തില്ല. അത് ഏത് ഫ്ലേവർ ആണ്? എനിക്കറിയാം. എനിക്കും അറിയാം. ചോക്ലേറ്റ്. വാനില. ഞാനും ചോക്ലേറ്റ് എഴുതി. ഒട്ടും കഴിക്കാത്തതാ പറഞ്ഞത്. അടുത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യനാ, പക്ഷെ പേരറിയാച്ചിരി പാടായിരിക്കും. ഞാൻ LKG തൊട്ട് 10th വരെ പഠിച്ച സ്കൂളിന്റെ പേര്. എനിക്കറിയാം. തലവടി നസീമ. എനിക്കറിയാം. ബി വെച്ചിട്ടാ തുടങ്ങുന്നത്. സിമ്പിൾ. അത് നമ്മളിപ്പോ വേറൊരു കാര്യമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. അതാ എനിക്ക് പേര് സമയം കഴിയും. ഇതെന്തോ കൊറേ പേരില്ലായിരുന്നോ? ഇംഗ്ലീഷ് മീഡിയം. ഞാനാ ഫസ്റ്റ് എഴുതി എഴുതിയായിരുന്നു. ബിലീവേഴ്സ് പോലത്തെ പേരല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. അശോ, ഞാനപ്പോ 2 ക്വസ്റ്റ്യൻ സെയിം രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലുള്ള എന്റെ ഏറ്റവും വലിയ ഫിയർ. റോഡിൽ ഇറങ്ങുമ്പോഴാണ് ആ ഫിയർ. ഡോഗ്. കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ തന്നെ പറയില്ല. ഞാൻ ഭയങ്കര വീട്ടില് എപ്പോഴും അല്ല എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുമെന്ന് പറയുമല്ലോ, അതില് ഞാൻ തന്നെ പറയും ഞാൻ അതുണ്ടാക്കി അടിപൊളിയാണെന്ന്. മണം ഭയങ്കര മണം ഉണ്ടാ അല്ലേ? സാമ്പാർ. സാമ്പാറല്ല ആൻസർ. എനിക്കറിയാം. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അതാണ് ഞാനും എഴുതിക്കഴിഞ്ഞേ.
ആര് കഴിഞ്ഞ പൈനാപ്പിൾ പച്ചടി. ഞാൻ പൈനാപ്പിൾ പച്ചടി. രണ്ടും പച്ചടി അപ്പൊ അത് നാലല്ലേ? ഫസ്റ്റ് പച്ചടി എഴുതിയത്. അത് ഓക്കെ പച്ചടി എന്ത് അടുത്ത ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഓർമ്മയുണ്ടാന്നുള്ള ഒരു ഇതാണ്. ഞാൻ ഒരു ക്ലാസ്സില് 2 പ്രാവശ്യം പഠിച്ചിട്ടുണ്ട്. തോറ്റുപോയി തോറ്റുപോയതൊന്നല്ല, പിന്നെ ഞാൻ ഒരു ക്ലാസ്സിൽ 2 വട്ടം പഠിക്കാൻ പിന്നെ തോന്നിയല്ലേ തോറ്റുപോയതല്ല. അതിന്റെ അത് ഇതിപ്പോ പറഞ്ഞിട്ട് ഞാൻ റീസൺ ഇതെപ്പ പറഞ്ഞേ ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് എന്റെ ഒരു ഞാൻ ഓർക്കുന്നില്ല. ഒന്നുമല്ല, ബിലീവേഴ്സിലുള്ള ടൈമില്. പക്ഷെ ഞാൻ ഓർക്കുന്നില്ല. ഞാൻ ഓർക്കുന്നില്ല. ഞാൻ ക്ലൂവ തന്ന ബിലീവേഴ്സിന്റെ ടൈം ക്ലാസ്സിൽ ചേടാ, ഒന്നാം ക്ലാസ്സിൽ LKG തൊട്ട് 10ാം ക്ലാസ് വരെ പഠിച്ചു. That is the clue. എന്തോ അത് നമുക്ക് ആ ക്ലാസ്സിൽ 2 പ്രാവശ്യം പഠിച്ചെന്നും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒന്നും പ്രശ്നമൊന്നും വരാനൊന്നും ഇല്ല. പക്ഷെ ഒരു എനിക്കറിയില്ല. ചെറിയ ആണ്. ചെറിയ ക്ലാസ് യെസ് ആണ്. എനിക്കറിയില്ല. നോക്കരുത്. 2ാം ക്ലാസ് LKG. LKG. ഇത് കോമൺ സെൻസ്. അതാ എടി നിങ്ങൾ പറഞ്ഞില്ലേ 1 തൊട്ട് 10 വരെ, അപ്പൊ ഞാൻ പറഞ്ഞില്ലേ 1 തൊട്ടല്ലേ LKG തൊട്ട് 10 വരെ. അതാ ഞാൻ എഴുതാ അങ്ങനെ ചെറിയ ക്ലാസ് എന്ന് പറഞ്ഞപ്പോ അതെന്താന്ന് വെച്ചാല് എന്റെ ഉമ്മച്ചി എന്നെ സാധിക്കാനെല്ലാം നേരത്തെ 2 വയസ്സിൽ അങ്ങോട്ട് കൊണ്ടേക്ക് ചേർത്ത്. ശല്യം അപ്പൊ ആണെങ്കിൽ ഞാൻ കറക്റ്റ് LKG പഠിച്ചു കഴിഞ്ഞ സമയത്ത് മറ്റേ പുതിയ റൂൾ വന്നു, കറക്റ്റ് 15 വയസ്സാവാതെ എക്സസൈസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ 2 പ്രാവശ്യം LKG ഇരുന്നു. അതാണ് ആ കഥ. ഇനി 9ാമത്തെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. അറിയരുത്, ഇച്ചിരി വലിയ ആൻസർ ആയിരിക്കും. എന്തെങ്കിലും അതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ എന്തെങ്കിലും ബേസ് ചെയ്തിട്ടുള്ള പേര് എഴുതിയാൽ മതി. ഡിഗ്രി കയറി കഴിഞ്ഞിട്ട്, അതായത് നമ്മള് BSc കയറി കഴിഞ്ഞിട്ട് എന്റെ ലൈഫിൽ ഒരു വേസ്റ്റ് ആയിട്ടൊരു സംഭവം നടന്നു. ഓ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതിരുന്ന സമയത്ത് ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു സംഭവം നടന്നു. എനിക്കറിയില്ല. ഭയങ്കര അതിലിപ്പോ ഞാൻ മാത്രമല്ലായിരുന്നു ബ്രോക്കൺ ആയത്. അപ്പൊ അവർക്ക് അറിയായിരിക്കും. എനിക്കറിയത്തില്ല. എല്ലാവർക്കും അറിയാം. കാര്യം അറിയാം, പക്ഷെ അതിന്റെ എന്തെങ്കിലും എഴുതിയാ മതി. അങ്ങനെ ഫുൾ ആയിട്ട് എഴുതണമെന്നില്ല, എന്താ കാര്യമെന്നോ അങ്ങനെ എന്തെങ്കിലും എഴുതിയാൽ മതി. എനിക്ക് ഉറപ്പില്ല ഇതാണോന്ന്. എഴുതിയാ എന്തുവാ? മറ്റേ റിലേറ്റഡ് ടു അഡ്മിഷൻ ഞാൻ ഓക്കെ. ഓ എനിക്ക് ഞാൻ അതല്ല. ഫിസിക്സ് SD കോളേജ്. ഞാൻ എഴുതിയത് സുവോളജിയുടെ നിന്റെ തോക്കും. അല്ല എനിക്കറിയില്ല. അതല്ലേ ഞാൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ ഇനി? 15 ക്വസ്റ്റ്യനുണ്ട്. അടുത്തത് അടുത്ത ക്വസ്റ്റ്യനോ വേറൊരു ക്വസ്റ്റ്യനും പേര് പറഞ്ഞു. ഫോണില് കുറെ ആപ്സ് ഉണ്ടല്ലോ, ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആപ്പ് കറന്റ്ലി എന്ന് വെച്ചാൽ ഇവിടെ വന്നതിന് ശേഷമല്ല, ഇപ്പൊ കുറച്ച് നാളായിട്ട്. അങ്ങനെയൊന്നുമില്ല, നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത് തന്നെ. ഇൻസ്റ്റാഗ്രാം അല്ലാരും യൂട്യൂബ്. എനിക്ക് തോന്നി ഞാൻ യൂട്യൂബ് ആണെന്ന്. പിന്നെ കുഴപ്പമില്ല. പിന്നെ ഇപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് മിസ്സായതില്ല, അപ്പൊ ഞാൻ ഇപ്പൊ പുതിയതായിട്ട് ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഒരു TV പ്രോഗ്രാമിൽ ഭയങ്കര, അത് വർഷത്തിൽ ഒരിക്കലും വരുന്നത്, ഞാൻ ഭയങ്കര അഡിക്റ്റ് ആയിരിക്കും. ബിഗ് ബോസ്. കറക്റ്റ്. അടുത്ത ഞാൻ യൂട്യൂബില് വ്ളോഗ്സ് കാണുമല്ലോ, അതിൽ ഞാൻ എങ്ങനത്തെ ടൈപ്പ് വ്ളോഗ്സ് ആണ് കൂടുതൽ കാണുന്നത്? കുറച്ച് ഓപ്ഷൻസ് വരുവാണെങ്കിൽ ട്രാവൽ വ്ളോഗ്സ്, കുക്കിംഗ് വ്ളോഗ്സ്, കപ്പിൾ വ്ളോഗ്സ്, ഫാഷൻ വ്ളോഗ്, അങ്ങനെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ്. അതല്ല, ഞാൻ അത് ടൈപ്പ് വ്ളോഗ് കണ്ടിട്ടാണ് യൂട്യൂബിലോട്ട് തന്നെ യൂട്യൂബിൽ കൊണ്ടുവന്ന് തന്നെ അറിഞ്ഞു തുടങ്ങിയത്. ഒന്നുകൂടെ പറയാമോ? ഓപ്ഷൻസ് അതെന്റെ, ഞാൻ ഇനി എന്തെങ്കിലും തെറ്റിച്ചറിയാന്നല്ല. കുക്കിംഗ് വ്ളോഗ്സ് ആവാം, ട്രാവൽ വ്ളോഗ്സ് ആവാം, കപ്പിൾ വ്ളോഗ്സ് ആവാം, ഫാഷൻ വ്ളോഗ്സ് ആവാം, അങ്ങനെ. എനിക്കറിയത്തില്ല. നെസ്മയുടെ ഊഹം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. കപ്പിൾ വ്ലോഗ്സ് ആണോ? കുക്കിംഗ് ബ്ലോഗ്സ്. കുക്ക് ചെയ്യും, ബ്ലോഗ് കണ്ടോണ്ടിരിക്കുക. ഞാൻ ആഷ്നാൻസലിനെ അറിയാമോ? അവരുടെ
ആഷ്ന ആൻസലിനെ അറിയാം, അവരുടെ വ്ളോഗ് കണ്ടിട്ടാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് കയറുന്നത്. പക്ഷെ അവരിപ്പടി ഫസ്റ്റ് അടുത്ത ഇനിയിപ്പം 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതിപ്പോ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായ കാര്യമാ. എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യം. അത് ഓപ്ഷൻസ് ഉണ്ട്. ഒട്ടും എനിക്ക് സഹിക്കാൻ പറ്റില്ല, അൺസഹിക്കബിൾ ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ പറ. ചൂട്, തണുപ്പ്. ഞാൻ പറഞ്ഞില്ല ഓപ്ഷൻ വേണ്ടെന്ന്. ഓക്കെ, ഞാൻ പിന്നെ ഓപ്ഷൻ ചൂട് തണുപ്പ്. എനിക്കിതിന് ഓപ്ഷനേ വേണ്ടായിരുന്നു. അടുത്തത് ഇന്നലെ നടന്ന സംഭവം. ഒന്നുമില്ല, പക്ഷെ നിങ്ങൾ ആ പേര് ഓർത്തെടുത്ത് പറയണം. എനിക്ക് ഇഷ്ടപ്പെട്ട കുർക്കുറെ ഫ്ലേവർ. ഫ്ലേവറിന്റെ പേരാണ് ഞാൻ ചെയ്യുന്നത്. പച്ച കളർ, മഞ്ഞ കളർ. എനിക്ക് പച്ചരി എനിക്കും പച്ചയാണ് അറിയാവുന്നത്. പിന്നെ നോക്കാം. എന്നാ കളർ എഴുതി പച്ച. അവിടെ എഴുതിയില്ലേ? കുഴപ്പമില്ല, ഇതിനൊക്കെ അറിയാം. അറിയത്തില്ലല്ലോ. ഞാൻ റെഡ് ചെയ്തു. ആണോ? എനിക്കറിയാം പച്ച കളറാണെന്ന്. എന്താ ചാട്ട് മസാല മിക്സ് ചില്ലി ചക്ക. ഞാൻ പച്ച എഴുതിയിട്ടുണ്ട്. ചില്ലി ഉദ്ദേശിച്ച റെഡ് ചെയ്തു. ചില്ലി ചക്ക പച്ചന്നറിയാലോ. ഒന്നിടാവാ. എനിക്കിടാവൂ. അതെ, ഈ യൂട്യൂബ് എന്നുള്ളത് ഇൻസ്റ്റ മാറിപ്പോയതേ ഉള്ളു. ഇവിടെ മുട്ടുണ്ട്. അതാ അതിന്റെ. അപ്പൊ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് എന്റെ സ്വഭാവത്തിൽ തന്നെ ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യം. അതിപ്പോ എല്ലാവർക്കും അറിയാം, പക്ഷെ ചെന്നൈ പോയപ്പോ ഞാൻ ആ കാര്യം കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാ ഒരു സ്വഭാവം. കുളിക്കാത്ത അത് മാത്രമേ എനിക്കറിയത്തുള്ളൂ. അതല്ല, ഇപ്പം ചെന്നൈ പോയപ്പോ ഞാനത് കുറച്ച് മാറ്റി വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് ഉപകാരപ്പെട്ടു. ഞാനത് ഇന്നും കൂടെ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ എഴുതി. ഇല്ല ഏകദേശം ആ ഒരു അർത്ഥം വന്നാ പോരെ. എക്സാക്ട് ആ പേര് പറയണമെന്നില്ല. എന്താ ഉദ്ദേശിച്ചെന്ന് നോക്കാം. എനിക്കറിയില്ല. മടി, ലാഗ്, അതായത് കറക്റ്റ്. പക്ഷെ എത്ര ടോട്ടൽ സ്കോർ നോക്കിയോ? ഓ ആരതി പോലെ. 9. ഗൈസ്, ആരതി വിന്നർ ആയിട്ടുള്ളതിന്റെ ഗിഫ്റ്റ്. അപ്പൊ ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഉടനെ വരും.